എന്നെ ഓർ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു. സകല മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊള്ളുന്നു. ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു. ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം കാത്തു. മരിച്ച് മൺമറഞ്ഞു പോകേണ്ട ഒരു സ്ഥാനത്ത് നിന്ന് ദൈവം വിടുവിച്ചു. ആയിരുന്ന ഇടത്ത് ശവക്കോട്ടയില് എന്നെ കൊണ്ട് അടക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതാണ്. എന്നാൽ ദൈവം അവിടെ നിന്നുമാണ് എന്നെ വിടുവിച്ചത്. ജീവനോട് ആയുസ്സോട് ആരോഗ്യത്തോടെ ഇന്ന് കർത്താവിനെ മുഖത്തെപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകി. എറണാകുളത്തിന്റെ പ്രദേശത്ത് പാർത്ത് ദൈവത്തെ മുഖത്തെപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ കിടങ്ങൂര് അടുത്ത് പാലയ്ക്കടുത്ത് കിടങ്ങൂർ എന്ന സ്ഥലത്ത് ദൈവസഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരു ഒട്ടുമുട്ട് നന്ദി അറിയിക്കുന്നു. നാം തിരുവചനത്തിലേക്ക് കടക്കുമ്പോൾ 115 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ എന്ന് നാം വായിക്കുന്നു. ഇപ്പൊ ദൈവസന്നദ്ധിയില് ഭക്തൻ താഴ്മയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതൊന്നും നമുക്കുള്ളതല്ല, ഇല്ല, ദൈവം തന്ന ദാനമാണ്. അതുകൊണ്ടാണ് എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ദൈവം നമ്മുടെ ഉദ്ദേശങ്ങളെ നോക്കും. ഉദ്ദേശശുദ്ധി നോക്കുന്ന ദൈവമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും, എന്ത് സുവിശേഷ വേലയാകട്ടെ, മറ്റു പ്രവർത്തനങ്ങളാകട്ടെ, എന്ത് കാര്യത്തിലും ദൈവം നമ്മുടെ ഉദ്ദേശമാണ് നോക്കും. ആ ഉദ്ദേശത്തെ അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ആണ് നമ്മൾ ആയിരിക്കുന്നത്. പഴയ നിയമത്തിലോട്ട് പോയ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിമ്രോദും കൂട്ടരും ഒരു കെട്ടിടം പണിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ പണി പുരോഗമിച്ചു, നല്ല നിലയിലായി തീരുവാൻ ഒക്കെ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ മനുഷ്യന്റെ ഉദ്ദേശം ദൈവം നോക്കിയപ്പോൾ നല്ല ഉദ്ദേശമല്ല എന്ന് കണ്ടിട്ട് സ്വർഗത്തിലെ ദൈവം ചെയ്ത കാര്യം, അനന്തരം നാം ഇറങ്ങിച്ചെന്ന് അവരുടെ പണികൾ നൃത്തം ചെയ്ത് അവരുടെ ഭാഷകളെ കലക്കി അവരെ ദേശത്തു നിന്നും മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പം ദൈവത്തിന്റെ വചനം അവിടെ വായിക്കുന്നു, അവിടെ ഏകവചനമല്ല, ബഹുവചനമാണ്. അങ്ങനെ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തി ആ കെട്ടിടം തകർത്തു, ആ ഭാഷ കലക്കുക. അതുവരെ എല്ലായിടത്തും ഒരു ഭാഷയായിരുന്നല്ലോ, ഭാഷ വരെ കലക്കുവാൻ ദൈവം ഇടയാക്കി തീർന്നു. അപ്പൊ ഉദ്ദേശശുദ്ധി നല്ലതല്ലെന്ന് കണ്ടപ്പോഴാണ് ദൈവം അത് ചെയ്തത്. ദൈവം ക്രൂരനൊന്നും ദൈവം മനസാക്ഷിയില്ലാത്തവനൊന്നുമല്ല, ദൈവം അത് വേണ്ടതുപോലെ ചെയ്തത്. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 24, 25, 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, പൗലോസും ശീലാസും ജയിലിൽ അടയ്ക്കപ്പെട്ടു. അടയ്ക്കപ്പെടാനുള്ള കാരണം മക്കതോനിയ പുരുഷന്റെ വിളി ദർശനത്തിൽ കണ്ട് കർത്താവിന്റെ ആലോചന പ്രകാരം കടന്നു പോയതാണ്. എന്നാൽ ചെന്ന വഴികളിലെല്ലാം പ്രശ്നങ്ങളായിരുന്നു. ആരംഭത്തിൽ പുഴക്കടവിൽ നിന്ന് കർത്താവിന്റെ സാന്നിധ്യം, ശുശ്രൂഷയും സുവിശേഷവും ഒക്കെ അറിയിച്ചപ്പോൾ അവിടെ വന്ന സഹോദരിമാരിൽ ഒരാള്, ലുദിയ എന്ന സഹോദരിയുടെ ഹൃദയമാണ് ദൈവം തുറന്നതും അവൾ ഹൃദയം തുറന്ന് യേശുവിനെ സ്വീകരിക്കുകയും ഭക്തന്മാരായ പൗലോസിനെയും ശീലാസിനെയും അവരുടെ വീട്ടിൽ കൈക്കൊള്ളുകയും തുടർന്ന് അവിടെ ഒരു സഭയുടെ ശുശ്രൂഷയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം അവർ മുന്നോട്ട് പോകുമ്പോഴാണല്ലോ ഫിലിപ്പിയ നഗരത്തിൽ അവരുടെ കഷ്ടതകളും പ്രയാസങ്ങളും ആരംഭിക്കുന്നത്. അപ്പോൾ നാട്ടുകാരുടെയും തല്ലും, അത് കഴിഞ്ഞ് പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള അവരുടെ തല്ലും ഒക്കെ കൊണ്ട് അവരെ ഇരുട്ടറയിൽ കാലാമത്തിലും കൈ വിലങ്ങുവിട്ട് ഇരുട്ടറയിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രിയിൽ അവർ എഴുന്നേറ്റ് അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പാടി സ്തുതിക്കണം. കഷ്ടതകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, നിന്ദകൾ ഉണ്ടാകും, അപമാനങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ മരിക്കത്തക്കവണ്ണം രോഗം പിടിപെട്ട് ക്ഷീണിതനായി കിടക്കേണ്ടി വരും. എങ്കിലും നമ്മൾക്ക് നാവനക്കാൻ പറ്റിയെന്ന് വരത്തില്ല, കൈയും കാലും ഇട്ട് കൈയടിച്ച് പാട്ടുപാടാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ നമ്മുടെ തൊണ്ടയിൽ അല്പശ്വാസമുണ്ടെങ്കിൽ അവിടെ വെച്ചെങ്കിൽ സ്തോത്രം പറഞ്ഞാൽ മതി. പുറത്തോട്ട് വരണമെന്നില്ല. നമ്മുടെ ഉദ്ദേശം നല്ലതായിരിക്കണം.
മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന തിരുവചനമാണല്ലോ. ആ തിരുവചനത്തിൽ നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയണം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. കർത്താവിന്റെ ദാസന്മാർ പാടി സ്തുതിച്ചു. ആമേൻ. അവർ പാടി സ്തുതിച്ചു എന്നാണ്. പാടി സ്തുതിച്ചു, പാടി സ്തുതിച്ചു. സ്തോത്രം. അപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾക്ക് തകർന്ന്, വാതിലുകൾ തുറന്ന്, ജയിലിൽ കിടക്കുന്ന മറ്റേ ജയിൽ പുള്ളികളുടെ വാതിലുകൾ തുറന്നു. അപ്പോൾ ജയിൽ സൂപ്രണ്ട് വിചാരിച്ചു, എല്ലാവരും ഓടിപ്പോയി, ഇനി ഞാനെന്തിന് ജീവിക്കണം, ഞാനും തന്നെത്താനും മരിച്ചു കളയാമെന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുമ്പോൾ പൗലോസിന്റെ ശബ്ദം, നിനക്ക് തന്നെ നീ ദോഷമൊന്നും വരുത്തരുത്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, ആരും എങ്ങും ഓടിപ്പോയിട്ടില്ല. അപ്പോൾ പൗലോസിനെ ശീലാസിനെ ഇട്ട സ്ഥലം ഇരുട്ടായിരുന്നെങ്കിൽ കാരാഗ്രഹ പ്രമാണി ഇരുന്ന സ്ഥലം വെളിച്ചവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ കിടക്കുന്നിടം വെളിച്ചവുമായി, അവൻ ഇരിക്കുന്നിടം ഇരുട്ടുമായി. അതുകൊണ്ടാണ് അവൻ വെളിച്ചം ചോദിച്ച് അകത്ത് വന്നു. എന്നിട്ട് രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണ യജമാനന്മാരെ? സ്തോത്രം. കുറച്ച് മുമ്പേ വരെ അവരെ വിളിച്ച ഭാഷകൾ വേറെ ആയിരിക്കാം. എന്നാൽ ഇപ്പോൾ മനസ്സിലായ അവന് ഇവര് സാധാരണ മനുഷ്യരല്ല, അസാധാരണ മനുഷ്യരാണ്. ദൈവത്തിന്റെ മഹത്വം അവരിൽ വസിക്കുന്നു. അതുകൊണ്ട് അവരെ, ദൈവത്തിന്റെ ദാസന്മാരെ തന്നെ, ആ കാരാഗ്രഹ പ്രമാണി യജമാനന്മാരെ, സ്തോത്രം, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പൗലോസിന് മനസ്സിലായി, ഞാൻ ദർശനം കണ്ട മക്കദോന്യ പുരുഷൻ ഇവനാണ്. അപ്പൊ ദൈവത്തിന്റെ ദാസൻ പൗലോസിന്റെയും ശീലാസിന്റെയും നല്ല ഉദ്ദേശം സ്വർഗത്തിലെ ദൈവം കണ്ടോ അവർക്കൊരു വിടുതൽ നൽകുവാനിടയായി തീർന്നു. ദൈവപ്രവൃത്തിയോടെ വെളിപ്പെട്ടു. കാല് ആമത്തിൽ കിടക്കുകയാണ്, കൈ ചങ്ങലയിൽ കിടക്കുകയാണ്, കൈ അനക്കാൻ പറ്റത്തില്ല, കാലനക്കാൻ പറ്റത്തില്ല, ഇരുട്ടറയാണ്, ഒന്നും കാണത്തില്ല. ആ സ്ഥലത്തും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. സ്തോത്രം. പാടി സ്തുതിച്ചപ്പോൾ പ്രയാസങ്ങളുടെ വേളകളില് പിറുപിറുക്കാതെ, ആപലാതി പറയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെ, പൗലോസിനെ വേണമെങ്കിൽ ശീലാസിനെ പഴിചാരാം, ശീലാസിനെ വേണമെങ്കിൽ പൗലോസിനെ പഴിചാരാം, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി പിറുപിറുത്ത് ആപലാതി പറഞ്ഞു, എന്തെല്ലാം പറയാമായിരുന്നു. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. അവർ രണ്ടുപേരും ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ, സ്തോത്രം. കുടുംബത്തിനകത്തും 2 പേരോ 4 പേരോ ആകട്ടെ, 6 പേരാകട്ടെ, 2 പേരേ ഉള്ളെങ്കിലും ദൈവത്തിന് കഷ്ടതയുടെ വേദനയുടെ നടുവിലായിരിക്കാം നമ്മൾ ആയിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ, അതിൻ്റെതായ നന്മകളൊന്നും ഇല്ലായിരിക്കാം. എങ്കിലും സർവശക്തനായ ദൈവം കൊണ്ട് നമ്മൾക്ക് എല്ലാ കാര്യത്തിനും അവൻ സാധ്യമാക്കി തരാൻ. ഈ ദൈവം വലിയവനായ ദൈവമാണ്. ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? ആഴങ്ങൾ അളക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ നല്ല ഉദ്ദേശങ്ങളെ അറിയുന്നവൻ, നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല എന്ന് ഭക്തൻ പറയുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. സ്തോത്രം. ഞാന് കഴിഞ്ഞ ദിവസം ഒരു ബുക്കിനകത്ത് ഒരു ഫലിതം കാണുവാനിടയായി തീർന്നു. കർത്താവ് തന്നൊരു ആലോചന ഞാനിങ്ങനെ വായിച്ചപ്പോൾ എഴുതി വെച്ചതാണ്, മറന്നു പോകാതിരിക്കാൻ. ശരീരത്തിൽ എവിടെ തൊട്ടാലും വേദന തോന്നുന്നു എന്നൊരവസ്ഥ. അപ്പൊ വിരലുകൊണ്ട് ശരീരത്തിൽ തൊടുന്നിടത്തെല്ലാം വേദനയാണ്. അപ്പോൾ വൈദ്യന്റെ അടുത്ത് ചെന്നിട്ട് ആണ് പറയുന്നത്, സ്വന്തം വിരലുകൊണ്ട് സ്വന്തം ശരീരത്തെ തൊടുമ്പോൾ ശരീരത്തിൽ എല്ലായിടത്തും വേദനയാണ്. അപ്പോൾ വൈദ്യൻ പറഞ്ഞു, ശരീരത്തിനല്ല വേദന, നിങ്ങളുടെ വിരലിനാണ് വേദന. അങ്ങനെ നമ്മൾ അത് കേട്ടിട്ടുണ്ട്. പിന്നീട് ഒരു കഥ, ഒരു രാജാവിന്റെ കഥയാണ്. അത് അവസാനം നമ്മൾ അടിസ്ഥാനത്തിന്റെ, സന്തോഷത്തിന്റെ അടിസ്ഥാനമാണ് കണ്ടെത്തുന്നത്. ഒരു കാര്യത്തിന്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. രാജ്യത്തെ സന്തോഷവാനായ മനുഷ്യനെ കണ്ടെത്തി അയാളുടെ ഷർട്ട് കൊണ്ടുവരണമെന്നാണ് കൽപ്പന. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇത് കണ്ടെത്തണം. അപ്പോൾ അയാൾ ഒരു ധനികന്റെ അടുത്ത് ചെന്നു. ആദ്യമായിട്ട് അത് ധനികന്റെ അടുത്താ ചെല്ലുന്നത്. അങ്ങക്ക് ഇത്രയധികം സ്വത്തുള്ളത് കൊണ്ട് അങ്ങ് സന്തോഷവാനായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് ഞാൻ. പിന്നീട് ഒരു സൈന്യാധിപന്റെ അടുത്തേക്ക് ചെന്നു. യുദ്ധങ്ങൾ ജയിച്ച താങ്കൾക്ക് സംതൃപ്തനാണോ? അദ്ദേഹം പറഞ്ഞു, യുദ്ധം എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ, അതിന്റെ ആശങ്കയിലാണ് ഞാൻ.
ചോദിക്കാൻ പോയ ആള് കണ്ടുമുട്ടി എല്ലാവരോടും കൂടി മറുപടി പറഞ്ഞപ്പോൾ ഇതെല്ലാം മറുപടി സമാനമായിരുന്നു. എന്നാൽ അവസാനം താൻ ഒരു ആട്ടിടയന്റെ അടുത്താണ് ചെന്നത്. അദ്ദേഹം ആട്ടിടയൻ പറഞ്ഞു, ഞാൻ ഒരു യാചകനായിരുന്നു, ഇപ്പോൾ ആട്ടിടയനായി മാറി. ഇപ്പോൾ എൻ്റെ സ്ഥിതിയെല്ലാം മാറി, എനിക്കിപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ സന്തോഷവാനാണ് ഞാൻ. അപ്പോൾ രാജകുമാരൻ ചോദിച്ചു, ആ ഷർട്ട് ഇനി തരുമോ? അപ്പോ ആട്ടിടയൻ പറഞ്ഞത്, എനിക്ക് ഷർട്ട് ഇല്ല. സ്തോത്രം. ഇതിന്റെ പാഠം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തും അവസ്ഥയിലും സമാധാനമുണ്ടോ എന്നതാണ്. സന്തോഷത്തിന്റെ അടിസ്ഥാനം സമാധാനമാണ് എന്നുള്ള കാര്യവും ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ കാണാൻ കഴിയും. പ്രിയരെ, നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ജീവിതമാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതമാണ്. ദൈവം നമ്മളെ സഹായിക്കുന്ന ഒരു ജീവിതമാണ്. സ്തോത്രം. ഇവിടെ വായിക്കുന്നത്, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് മഹത്വം വരുത്തണമേ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 9-ാമത്തെ വാക്യമാണ്. 9-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാകുന്നു: പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എൻ്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എൻ്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവവുമായുള്ളത് നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ എന്ന് നമ്മളിവിടെ വായിക്കുന്നു. അപ്പൊ അടിയനോട് കാണിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കിടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കും. കർത്താവിന്റെ സന്നദ്ധിയിൽ താൻ നന്ദിയുള്ളവനായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. താൻ നന്ദിയുള്ളവനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. യാക്കോബ് പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം. നമ്മളോട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ, ആ വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും ഒക്കെ വരാം, നിന്ദിക്കപ്പെടാം, അപമാനിക്കപ്പെടാം. സഹോദരനാൽ ഓടിപ്പോയ യാക്കോബ് സഹോദരന്റെ പീഡകൾ സഹിക്കാൻ വയ്യാതെയാണ് ഓടിപ്പോയത്. അങ്ങനെ ഓടിപ്പോയി ലൂസ് എന്ന സ്ഥലത്ത് താൻ ഒരു കാല് തലയണയായി വെച്ച് കിടന്നുറങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം മഹത്വമായി ഇറങ്ങി വന്ന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. അവിടെ യാതൊരു മെത്തയോ സൗകര്യങ്ങളോ ഒന്നുമില്ല, ഫാനില്ല, AC ഇല്ല, ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ വീട്ടിൽ സുഖമായി കിടന്ന ഇസഹാക്ക് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഇസഹാക്കിന്റെ സ്വന്തം വീട് വിട്ട് യാക്കോബിന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ട്? ഏശാവിനെ പേടിച്ചു. അവിടെ സംഭവങ്ങൾ നമുക്കറിയാമല്ലോ, ഞാനത് വിവരിക്കുന്നില്ല. ഇന്ന് പകല് ഇവിടുത്തെ പകലാണ്, അവിടുത്തെ രാത്രിയാണ്. അവിടുത്തെ രാത്രിയിൽ ദൈവത്തിന്റെ ജനമേ, സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരുവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരുവനെ കുറിച്ചൊരു ചിന്ത കർത്താവിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനാലും ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. സ്തോത്രം. ഇത് പകലില് ആ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. 32-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, ഞാനിവിടെ വായിക്കുന്നത് 32-ന്റെ 10 ആമേൻ. യഹോവ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. അങ്ങനെയാണ്, ഒരു വടിയോടുകൂടെയാണ് ഞാൻ പോയത്. അപ്പോൾ എന്നെ ദൈവം 2 കൂട്ടമായി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കഷ്ടതയുടെ നടുവില് ഒരു വടിയോടുകൂടെ പോയ യാക്കോബിന്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സ്തോത്രം. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ യാക്കോബ് പിന്നെയും പ്രാർത്ഥിച്ചു. താഴ്മയുള്ളവനായി ദൈവസന്നദ്ധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഓർക്കണമേ എന്നും പ്രാർത്ഥിച്ചു. അതേ 30-ാമത്തെ 31-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതെ, കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വായിക്കുന്ന ദൈവവചന ഭാഗങ്ങളൊക്കെ ശ്രദ്ധയോടെ വായിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. 28-ാം അധ്യായത്തിൽ അസ്തമിച്ച സൂര്യൻ
ഇവിടെ ഈ 32-ാമത്തെ അധ്യായത്തിൽ ഉദിക്കുകയാണ്. താന് യേശാവിന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോയിട്ട് മാറിപ്പോയിട്ട് തന്റെ ഭാര്യയും മക്കളെയൊക്കെ യബ്ബോക്ക് കടവിന് അകത്ത് കടത്തിയിട്ട് താൻ ഏകനായിരുന്ന ദൈവസന്നതി പ്രാർത്ഥിച്ചു. ഉഷസാകുവോളം ഒരു ദൂതനുമായി വെല്ലുപിടിച്ചു, കരഞ്ഞു, നിലവിളിച്ചു, കർത്താവേ, നീ എന്നോട് പറഞ്ഞതല്ലേ എന്റെ പേര് മാറ്റി തരാമെന്ന്, ഇസ്രായേലാക്കാമെന്ന്, എന്നെ അനുഗ്രഹിക്കാമെന്നൊക്കെ പറഞ്ഞല്ലോ, അതെന്ത് എന്ന് ചോദിച്ചപ്പോഴാണ് സർവശക്തനായ ദൈവം അവനോട് ഇടപെട്ട് പറഞ്ഞത്, ആമെ പേര് ചോദിച്ചതും അവനെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നതും. ആ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, അതേ സ്തോത്രം, കർത്താവ് തൊട്ടു എന്നുള്ളതിന്റെ ഒരു തെളിവ് ശരീര സാന്നിധ്യത്തിന്റെ തെളിവാണ്. ശരീര സാന്നിധ്യം, അതേ യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശരീര സാന്നിധ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവനെ തൊട്ടു, അവൻ്റെ ഒരു മുടന്തനായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവന്റെ മുടന്ത് ഉളുക്ക് നിമിത്തം പതുക്കെ പതുക്കെ നടന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയും പിള്ളേരും ചോദിക്കും, ഇതെന്താ സംഭവിച്ചേ? അല്ലെങ്കിൽ തൊഴിലാളികൾ ചോദിക്കും, എന്താ സംഭവിച്ചേ? അതേ, രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചതിന്റെ അടയാളമാണിത്. അപ്പൊ ചില അടയാളങ്ങൾ വെച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവജനത്തിന് കഴിയട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ, പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ അതേ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതിന്റെ 15-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലാണ്. 15-ാം അധ്യായം 27-ാമത്തെ വാക്യം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 27-ാമത്തെ വാക്യം എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിക്കാം. അവിടെ എടുത്ത് വായിക്കുന്നത് നല്ലതായിരിക്കും. നായ്ക്കുട്ടികൾ ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. അതേ കർത്താവേ എന്നാണ് വായിക്കുന്നത്. സ്തോത്രം. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. അവൾ ഉത്തരം പറഞ്ഞത് വളരെ കൃത്യമായൊരു ഉത്തരമാണല്ലേ. അവിടെ മകൾക്ക് സൗഖ്യം വേണം, മകൾക്ക് ഭൂതോപദ്രവം കൂടുതലാണ്. എങ്കിലും കർത്താവിന്റെ സന്നദ്ധിയിൽ അവള് ചെന്ന് നിലവിളിച്ച് കരഞ്ഞു, പറഞ്ഞപ്പോൾ യേശു മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. പത്രോസും ശിഷ്യന്മാരെല്ലാവരും കൂടെ കർത്താവിൻ്റെ അടുക്ക് ചെന്ന് പറയുന്നുണ്ട്, അവള് കരഞ്ഞുകൊണ്ട് വരികയാണ്, അവിടെ അപേക്ഷ ഒന്ന് കേൾക്കണം എന്നൊക്കെ. ജീവിച്ചിരുന്ന പത്രോസും കൂട്ടരും കർത്താവിനോട് അപേക്ഷിച്ചു. എന്നിട്ടും കർത്താവ് കേട്ടില്ല. പിന്നെ മരിച്ചുപോയ പത്രോസും ശ്ലീഹാമാരും പ്രാർത്ഥിച്ചാൽ കേൾക്കും എന്ന് പലരും പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ വിഷയമല്ല എങ്കിലും ഞാനത് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ജീവിച്ചിരുന്ന ശ്ലീഹാമാർ പറഞ്ഞിട്ട് കർത്താവ് കേട്ടില്ല. എങ്കിലും ആ സ്ത്രീ എന്ത് ചെയ്തു? യേശുവിനെ വിട്ടില്ല. യേശുവിന്റെ കൂടെ തന്നെ കൂടി. യേശു അവളുടെ നിലവിളിയും പ്രാർത്ഥനയും കണ്ടിട്ട്, അപ്പോൾ കർത്താവ് നിന്നിട്ട് അവളോട് ഉത്തരം പറയുന്നൊരു, കാരണം കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പറയും, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോഴാണ് അവൾ ഉത്തരം പറഞ്ഞത്, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ. ശരിയല്ലേ? ഇതിന്റെ ആത്മീയ അർത്ഥമുള്ളത്. സ്തോത്രം. കാൽവറി ക്രൂശിൽ യേശു കർത്താവ് ക്രൂശിതനാകാൻ പോവുകയാണ്. സ്തോത്രം. ആ ക്രൂശിതനാകുന്ന കർത്താവ് നുറുക്കപ്പെടുകയാണ്. അപ്പൊ ഒന്നായിരിക്കൊണ്ട് നാം പലരായ നാം ദൈവസന്നിധി കൂടി വരുമ്പോൾ അപ്പം നുറുക്കി. ആമേൻ. അല്ലേ? തിരുമേശയെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ കാണുന്നത് അപ്പം നുറുക്കി. ആമേൻ. ഇത് എന്റെ ശരീരത്തിൽ, ഇത് ഓർമ്മയ്ക്കായി ചെയ്യണം എന്ന് പറഞ്ഞ് കർത്താവ് കൊടുത്തു. അപ്പോൾ ഇതെന്റെ ശരീരമാണ്, ഇത് നിങ്ങൾ ഭക്ഷിക്കണം, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. അപ്പോൾ അത് ഭക്ഷണമാണ്. ഉടയവരുടെ മേശയിൽ നിന്ന്, ഉടയവനായ കർത്താവേ, അങ്ങയുടെ കാൽവറി ക്രൂശിൽ നിന്ന് ഒഴുകുന്ന രക്തം ഈ പാവപ്പെട്ട ഞങ്ങൾക്കും വിടുതലാണ്, രക്ഷയാണ്, സന്തോഷമാണ്, സൗഖ്യമാണ്, ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സ്തോത്രം ഹല്ലേലൂയൊക്കെ പറയാം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര ശ്രേഷ്ഠമായവയാണ്. അവളും ബുദ്ധിയോടെ മറുപടി പറഞ്ഞു. അവൾ ക്ഷീണിച്ചു പോയില്ല. ഇത്രയും പേരുടെ മുമ്പ് വെച്ചിൽ അവളത് പറഞ്ഞപ്പോൾ, കർത്താവ് അത് പറഞ്ഞപ്പോൾ അവൾക്കത് ക്ഷീണമായി, അപമാനമായി. ഞാൻ പാടുവിട്ട് ഇവിടം വരെ വന്നിട്ട് എനിക്ക് പ്രയോജനമില്ല എന്ന് പറഞ്ഞില്ല.
പിന്നെയോ അവൾ കാര്യം സാധിക്കുന്നത് വരെ, വിടുതലാകുന്നത് വരെ കർത്താവിനെ അവൾ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് കാര്യങ്ങളെ താഴ്മയോടെ വിനയത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ബുദ്ധിയോടെ മറുപടി പറഞ്ഞ കർത്താവിന്റെ ദാസി അമ്മയുടെ വായിക്കുന്നു, യേശുവേ, അമേൻ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ട മാത്രയിൽ യേശു എന്ത് ചെയ്തു? പറയുകയാണ് യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം എന്താണോ അത് നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഉദ്ദേശമുണ്ടായിരിക്കണം. വെറുതെ പ്രാർത്ഥിക്കരുത്, എന്തിനെങ്കിലും പ്രാർത്ഥിക്കരുത്. ഉദ്ദേശത്തോടെ പ്രാർത്ഥിക്കണം. നല്ല ഉദ്ദേശത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ഈ ദൈവം ഇന്നും പ്രവർത്തിക്കും. നല്ല ഉദ്ദേശത്തോടെ, നല്ല ദാഹത്തോടെ. നോക്കുക, ആ സ്ത്രീയോട് കർത്താവ് പറയുകയാണ്, നിന്റെ ഇഷ്ടം എന്താണ്? നിന്റെ വിശ്വാസം വലിയതാണ്, നിന്റെ വിശ്വാസം വലിയതാണ്. സ്തോത്രം. വലിയ വിശ്വാസം. അതാണ് സ്ത്രീയുടെ വാക്കുകൾ. ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. യേശു ക്രിസ്തു ആകുന്ന ഉടയവൻ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി നുറുക്കപ്പെടുകയാണ്. യോഹന്നാൻ 6:33 വായിക്കുന്നു, ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുത്തതാകുന്നു എന്നാണ് വായിക്കുന്നത്. സ്തോത്രം. 57 വാക്യത്തിൽ വായിക്കുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശുവിന്റെ ജീവൻ നമ്മിൽ നിത്യതയിൽ എത്തിക്കാനാണ്. നാം അതിനായി ഒരുങ്ങുക. നിത്യതയാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ ശാരീരിക ക്ഷീണങ്ങളാൽ ഭാരപ്പെടുകയായിരുന്നു. ലോട്ടറി കച്ചവടക്കാരനാണ് അദ്ദേഹം. ചുങ്കമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് സഭയിൽ പോയി അദ്ദേഹവും അമ്മയും കൂടെ സ്നാനപ്പെട്ടു. പ്രായമുള്ളൊരു മനുഷ്യനാണ്, കല്യാണം കഴിച്ചിട്ടില്ല, ലോട്ടറി വിൽക്കുന്ന ആളാണ്, അറിയുന്ന ആളാണ്. എന്നാൽ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സ്നാനപ്പെട്ടെന്ന് കേട്ടല്ലോ, അപ്പോ അനുഭവം എന്താണ് സ്നാനപ്പെടാൻ, വിശ്വാസത്തിൽ വരാൻ, യേശുവിനെ കാണാൻ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അമ്മ, ഒരു സഹോദരിയെ, അമ്മയെ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നി സ്നാനപ്പെടാൻ നല്ലതാണെന്ന് കരുതി ഞാനങ്ങ് സ്നാനപ്പെട്ടു. പക്ഷെ എന്റെ കാലിന് സൗഖ്യമൊന്നും ആയില്ല. ഷുഗർ കൂടിയിട്ട് ഇങ്ങനെ വെച്ച് കെട്ടി വെള്ളവും ജലവും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് സൗഖ്യമൊന്നും ആയില്ല. പക്ഷെ ഞാനങ്ങ് സ്നാനപ്പെട്ടു. ഞാൻ പറഞ്ഞ്, കാലിന്റെ മുറിവ് ഉണങ്ങിയില്ലേലും മറ്റ് സാമ്പത്തിക പ്രയാസങ്ങളൊന്നും മാറിയില്ലെങ്കിലും നിങ്ങൾ ഇപ്പോൾ സ്നാനപ്പെട്ടത് നിമിത്തം, വിശ്വാസത്താൽ വിശ്വസിച്ചാണല്ലോ സ്നാനപ്പെട്ടത്, അത് നിമിത്തം നിങ്ങൾ നിത്യതയ്ക്ക് അവകാശികളായിരിക്കും. ജീവപുസ്തകത്തെ നിങ്ങളുടെ പേരെഴുതി സ്വർഗത്തിൽ നിങ്ങൾ അവകാശികളായി. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട, മരിച്ചാലും നിങ്ങൾ ജീവിക്കും, ദൈവത്തെ മഹത്വം കൊടുക്കുക എന്ന് പറയും. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിത്യതയാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഈ ലോകത്തെ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മള് ബാധിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്ത് സ്തോത്രത്തോടെ നമുക്ക് ദൈവസന്നദ്ധയിലായിരിക്കാം. ആമേൻ. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ആ നാഴിക ഏതാ നാഴിക? യേശു പറഞ്ഞ നാഴിക മുതൽ സൗഖ്യം വന്നു. സ്തോത്രം. അതെ, അതുകൊണ്ടാണ് ആ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 53-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവന് ഭേദം വന്ന നാഴിക എന്ന് ആ മനുഷ്യൻ അവർ വന്നവരോട് ചോദിക്കുമ്പോൾ പറയുന്നത്, അവൻ ഇന്നലെ 7 മണിക്ക്, അതെ, ആ സമയത്താണ് യേശു പറഞ്ഞത്, നിന്റെ മകന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. സ്തോത്രം. പ്രിയരെ, നമ്മുടെ വിശ്വാസം വലുതാകട്ടെ. നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. ഞങ്ങൾ എന്ത് ചെയ്താലും, പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആമയെ കൊടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമമഹത്വത്തിനായിട്ടാണ്. സ്തോത്രം എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 115-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഓർക്കുന്ന ദൈവം, നമ്മെ ഓർക്കുന്ന ദൈവം. അതേ, നോഹയും ആ കുടുംബത്തെയും പെട്ടകത്തിൽ ആയിരിക്കുമ്പോൾ അവരെ ഓർത്ത ദൈവം തന്നെയാണ് നമ്മളെ ഓർക്കും. നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ വേണമെന്ന് ദൈവം ഓർക്കും. അതെല്ലാം സമയാസമയത്ത് തന്നു മാനിക്കും. ആ ദൈവത്തിന് നന്ദി പറയാം, സ്തുതിയും സ്തോത്രം അർപ്പിക്കുക. കർത്താവിന്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് 14-ാമത്തെ വാക്യത്തില് വായിക്കുന്നത്, വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. വർദ്ധിപ്പിക്കുന്ന ദൈവം. അതെ, സ്തോത്രം. എന്ത് വർദ്ധിപ്പിക്കും?
തലമുറകളെ. നമ്മൾ വിവാഹം കഴിച്ചു, ഭാര്യയും ഭർത്താവുമായി. അവർക്ക് രണ്ടുപേരാണെങ്കിൽ അവരെ വർദ്ധിപ്പിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൊടുത്ത് വർദ്ധിപ്പിക്കുന്നു. 1, 2, 3 വർധനവിലേക്ക് നടത്തുകയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക വർധന, അത് ജോലി വർധന, ശാരീരിക സൗഖ്യത്തിന്റെ വർധന എല്ലാം നൽകി നമ്മളെ ആയുസ്സും ആരോഗ്യത്തോടെ കാക്കുന്ന ഈ സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ സന്തതിയെ അനുഗ്രഹിക്കുന്ന ദൈവം. ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ സന്തതിക്കുള്ള വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നദ്ധിയിൽ ഇന്ന് കേട്ട ദൂതിന് മുമ്പാകെ നമ്മളെ സമർപ്പിക്കാം. ഞങ്ങൾക്കല്ല ഹോവി, ഞങ്ങൾക്കല്ല. ആമേൻ. അങ്ങയുടെ ദയ വിശ്വസ്തതയെ നിമിത്തം അങ്ങയുടെ നാമത്തിന് മഹത്വമായി തീരേണ്ടതിന്. ആമേൻ. ഈ പകലില് ഇവിടെ പകലാണെങ്കിൽ ഇവിടെ സന്ധ്യയാവുന്നു, അവിടെ രാത്രിയാണല്ലോ. ആ രാത്രിയിൽ ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവജനം തങ്ങളെ തന്നെ സമർപ്പിച്ച് കണ്ണുകളെ അടച്ചൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മഹാദൈവത്തിന്റെ സ്വർഗീയ കൃപകളും ദാനങ്ങളും നന്മകളും അനുഭവിച്ചവരാണ് നാം ദൈവത്തിന്റെ നന്ദിയുള്ളവരായിരിക്കണം. കഷ്ടതയും വേദനയും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ വെറുപ്പും അവലാതിയും ഒന്നും പറയാതെ, ദൈവമേ നീ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി, ഇന്നലകൾ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി, ഇന്നും നീ ഉപകാരങ്ങൾ ചെയ്യുന്നു, നാളെ നീ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. കാലാമത്തിൽ കിടന്നപ്പോൾ കൈ ചങ്ങലയാൽ അടിയും ഇടിയും എല്ലാം കൊണ്ട് ശരീരം വേദനിച്ച് മുറിവേറ്റ് രക്തമാർന്ന് കൊണ്ടിരിക്കുമ്പോഴും അവർ ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തിയതുപോലെ ഞങ്ങൾക്കും നിന്നെ പാടി സ്തുതിക്കുവാൻ, കഷ്ടതയുടെ നടുവിലും വേദനയുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും അതേ സ്തോത്ര സാധു കുഞ്ഞു ഉപദേശി തന്റെ കുഞ്ഞു മരിച്ചപ്പോൾ എടുത്ത് മടിയിൽ വെച്ച് ആ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ അതേ സ്തോത്രം പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചതുപോലെ ഞങ്ങൾക്കും സ്തുതിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നിത്യതയിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ ആ നിത്യത നഷ്ടമാക്കി ഒന്നും ഞങ്ങൾ ചെയ്യല്ലേ കർത്താവേ. ഞങ്ങൾക്ക് ഈ ലോകത്തൊന്നുമില്ലെങ്കിലും ആ ഒരു നിത്യത ഞങ്ങൾക്ക് ഉണ്ടെന്നുള്ള വലിയ പ്രത്യാശയാണ് ഞങ്ങൾ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്നത്. കർത്താവ് നിന്റെ വരവാസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ ഞങ്ങൾ പ്രത്യാശയുള്ളവരായി കർത്താവ് ഒരുക്കത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് മഹത്വം എടുക്കണം. പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? അതേ, എങ്ങനെയാണ് നമ്മൾ ഒരുക്കം? പലപ്പോഴും നമ്മൾ ഒരുങ്ങി എന്നൊക്കെ പറയുന്നെങ്കിൽ ശരിക്കും ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് വരും, അവൻ നമ്മളെ ചേർക്കും. പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കാം ഈ വചനങ്ങൾ. ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് ചിന്തിപ്പാൻ, ആ ദൈവത്തിന്റെ ജനത്തിന് ആശ്വാസമേകുന്ന ആലോചന പറയുവാൻ അടിയനെ ഞങ്ങൾ സഹായിച്ചതോർത്ത് സ്തോത്രം. പിന്നെയും നിന്റെ ജനത്തെ അനുഗ്രഹിക്കണം, നാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥനയുടെ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എന്നെ ക്ഷണിച്ച പ്രത്യേക ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ റീച്ചാനോടും പ്രിയ ഫേബിയാന്റിയോടും സഭയോടും സഭാമക്കളോടും എല്ലാം നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.